direction of India's foreign trade. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിന്റെ ഡയറക്ഷൻസ് ദിശ നമുക്ക് നോക്കാം. ആദ്യം എക്സ്പോർട്സ് നോക്കാം. The relative importance of UK and the USA as outlets for our exports has declined over years. In 1950-51, these countries together accounted for more than 40% of India's exports. These shares has come down presently to less than 23%. The USA continues to be our principal buyer. The export trade with the former USSR and other East European countries generally expanded during the decade 1965-75. Presently, these countries account for a mere 2% share in India's trade. നമ്മുടെ എക്സ്പോർട്സ് ഒരു കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടും അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും വരുന്നുണ്ടായിരുന്നത്. എന്നാൽ ആ റോള് അടുത്ത കാലങ്ങളായി ഇത് കുറഞ്ഞു. 50-51 കാലഘട്ടത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾ ഏകദേശം നമ്മുടെ എക്സ്പോർട്ടിന്റെ 40% വാങ്ങിയത് അവരായിരുന്നു. ഇന്നത് കേവലം 23% കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ബയർ എന്ന നിലയിൽ അമേരിക്ക നിലകൊള്ളുകയാണ്. അതുപോലെ പഴയ റഷ്യ, USSRും മറ്റ് ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ അവരുടെയൊക്കെ വ്യാപാരം, അവരുടെ ട്രേഡ് 65-75 കാലഘട്ടത്തിൽ കാര്യമായിട്ട് വർദ്ധിച്ചെങ്കിൽ പോലും ഇന്ന് അവരുമായിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ കേവലം 2% മാത്രമാണ്. ഇതാണ് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ഇമ്പോർട്ട് ആണ്. In 1965-66, more than 35% of India's imports came from the USA. Since then, the share has declined, but it continues to be our largest supplier and accounts for about 8% of our total imports. China has emerged as the single largest source of imports. അപ്പോൾ 1965-66 കാലഘട്ടം ഇന്ത്യയുടെ 30% ഇമ്പോർട്ടും വന്നിരുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു. എന്നാൽ നിലവിൽ അതിന്റെ ഷെയർ കുറഞ്ഞിരിക്കുന്നു. കേവലം 8% എങ്കിൽ പോലും ഏറ്റവും വലിയ ഒരു സപ്ലയർ എന്ന നിലയിൽ അമേരിക്ക ഇന്നും നിലകൊള്ളുന്നുണ്ട്. അടുത്ത കാലം നമുക്കറിയാം ചൈന വലിയൊരു സോഴ്സ് ഓഫ് ഇമ്പോർട്ട്സ് ആയി മാറിയിട്ടുണ്ട്. ഇതാണ് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് എക്സ്പോർട്സിനെ കുറിച്ചും ഇമ്പോർട്ട്സിനെ കുറിച്ചും പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ട്രെൻഡ്സ് ഇൻ ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആണ്. മറ്റൊരു ടോപ്പിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇന്ത്യയുടെ ട്രെൻഡ് എന്താണ്? India had forced pressures on BOP from time to time, either due to certain domestic pressures or due to external factors. The whole period, covering 5.5 decades, can be divided into 5 subgets. India balance of payments എല്ലാ കാലഘട്ടത്തിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആകാം കാരണം, അല്ലെങ്കിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് ആകാം. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഈ ഒരു കാലഘട്ടത്തെ മൊത്തം കാലഘട്ടത്തെ 5 പീരീഡ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന ഏകദേശം 5.5 പതിറ്റാണ്ട് കാലഘട്ടത്തെ 5 പീരീഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുക. ഒന്നാമത്തെ പീരീഡ് 1 എന്ന് പറയുന്നത് 75-76 വരെയുള്ള കാലഘട്ടമാണ്. എ പീരീഡ് ഓഫ് ഡിറ്ററിയറേഷൻ എന്ന് പറയും. തകർച്ചയുടെ പതനത്തിന്റെ ഒരു കാലഘട്ടമാണ്. The entire period was very difficult for India's BOP, partly because of slow growth of exports in relation to imports requirements, and partly because of adverse external factors. Despite tight import controls, foreign exchange regulations, the current account deficit was 1.8% of the GDP. ഈ ഒരു കാലഘട്ടം 75-76 വരെയുള്ള കാലഘട്ടം ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. കാരണം ഒന്ന്, നമ്മുടെ എക്സ്പോർട്ട് ഇൻഡസ്ട്രിയുടെ വളർച്ച വളരെ സാവകാശമായിരുന്നു. അതുപോലെ നമ്മുടെ വർദ്ധിച്ചു വരുന്ന ഇമ്പോർട്ടും, അതുപോലെ മറ്റു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൂടി ചേർന്നു. ഒരുപാട് ഇമ്പോർട്ട് കൺട്രോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, എക്സ്ചേഞ്ച് കൺട്രോൾസ് ഉണ്ടെങ്കിൽ പോലും, ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അതിന്റെ GDP 1.8% ആണ്. വളരെ വലിയൊരു ശതമാനമാണ്.
സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ 76 മുതൽ 80 വരെയുള്ള കാലഘട്ടമാണ്. എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്. പീരീഡ് വരുന്നതാണ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഒരു മാറ്റം അല്ലെ, അതുപോലെ തന്നെ ഒരു അതിന്റെ എന്താണ് പരമാവധി BOP പ്രശ്നങ്ങളിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് 76-80 എന്ന് പറയുന്നത്. These few years stand out as the golden years for India's BOP. India had a small current account surplus and foreign exchange reserves equivalent to about 7 months imports. Export growth was good, but the primary reason for the sharp improvement in BOP was the dramatic improvement in net invisibles. ഈ ഒരു കുറച്ച് കാലഘട്ടം 76-80 വർഷക്കാലം ഇന്ത്യയുടെ BOP-യെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഗോൾഡൻ ഇയേഴ്സ്, സുവർണ കാലഘട്ടം എന്ന് പറയാം. കാരണം എന്താണ്, നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ സർപ്ലസ് ഉണ്ടായി എന്നുള്ളതാണ്. ആദ്യമായിട്ട് കറണ്ട് അക്കൗണ്ടിൽ സർപ്ലസ് ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് ഏകദേശം 7 മാസത്തെ ഇമ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള റിസർവ് നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഈ BOP ഒന്ന് മെച്ചപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഇൻവിസിബിൾസ് ഉണ്ടായിട്ടുള്ള വർധനവാണ്. സാധനങ്ങളുടെ കയറ്റുമതിയല്ല, സേവനങ്ങളുടെ മേഖലയിലുണ്ടായ ഇൻവിസിബിൾസ് മേഖലയിലുണ്ടായ മാറ്റമാണ്. പീരീഡ് 3 എന്ന് പറയുന്നത് 1980 മുതൽ 90 വരെയുള്ള കാലഘട്ടമാണ്. എമർജൻസ് ഓഫ് ഓൾഡ് പെർസിസ്റ്റൻസ് ഓഫ് സ്ട്രക്ചറൽ ഇംബാലൻസ് എന്ന് കൊടുത്തിരിക്കുന്നു. മുൻകാലഘട്ടത്തിലെ ആ സ്ട്രക്ചറൽ ഇംബാലൻസ് വീണ്ടും തുടരുകയാണ് ഈ കാലഘട്ടത്തിൽ. ദിസ് പീരീഡ് കറസ്പോണ്ട്സ് ടു ദി 6th and 7th plan. The 6th plan was launched when the economy was faced with severe BOP difficulties. The deficit on external trade and payments suddenly jumped from the first year of the 7th plan and was particularly acute during the last 2 years of the plan. Many factors were responsible for the BOP deficits. Firstly, there is a widening trade deficit that were caused mainly by the fact that the import requirements of the economy increased at a much faster rate than the rate of growth of exports. Secondly, there is a gradual decline in net receipts from invisibles, with the result that contribution of net invisibles in financing the deficit declined. Thirdly, there was a reduction in flows of concessional assistance to India, principally from the World Bank Group. അപ്പോൾ പീരീഡ് 3 80 മുതൽ 90 കാലഘട്ടം പഴയ ഒരു ഘടനാപരമായിട്ടുള്ള ഇംബാലൻസ് നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. 6-7 പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടം. 6ാം പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യ അതിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ BOP ഡിഫിക്കൽട്ടീസിലൂടെ കടന്നുപോയത്. അതിന്റെ എക്സ്റ്റേണൽ ട്രേഡിന്റെ ആ ഡെഫിസിറ്റ് വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിക്കാൻ കാരണമായി. പല ഘടകങ്ങളും അതിന് BOP ഡെഫിസിറ്റിന് കാരണമായിട്ടുണ്ട്. അതിലൊന്നാമത് നമ്മൾ പറയുന്നത് കാരണമല്ല, ട്രേഡ് ഡെഫിസിറ്റ് ആണ്. കാരണം എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് വളരെ കൂടുതലുമായിരുന്നു. രണ്ടാമതായി പറയാൻ പോകുന്ന കാരണം നമ്മുടെ ഇൻവിസിബിൾസിന്റെ നെറ്റ് റെസീപ്റ്റ്സ് നമുക്ക് കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ പറയുന്ന കാരണം ഇതാണ്, കൺസെഷൻ റേറ്റിലുള്ള അസിസ്റ്റൻസ്, ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അസിസ്റ്റൻസിൽ കാര്യമായ കുറവുണ്ടായി. പ്രത്യേകിച്ച് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൽ നിന്നൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന പലിശ കുറഞ്ഞ സഹായങ്ങൾക്ക് കുറവുണ്ടായി. ഇതൊക്കെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് അതിന്റെ BOP പ്രോബ്ലം കൂടുതൽ രൂക്ഷമാകാൻ ഈ കാലഘട്ടത്തിലെ കാരണം. പീരീഡ് 4 സ്റ്റെബിലൈസേഷൻ ആൻഡ് സ്ട്രെങ്തനിങ് എന്നാണ് നമ്മൾ പീരീഡ് കൊടുക്കുക. 91 മുതൽ 96 വരെയുള്ള കാലഘട്ടമാണ്. സ്റ്റെബിലൈസേഷൻ, സ്ഥിരതയുടെയും ശാക്തീകരണത്തിന്റെയും ഒരു കാലഘട്ടമാണ്. കാരണം നമുക്ക് അറിയാം, ന്യൂ ഇക്കണോമിക് പോളിസി ആവിഷ്കരിച്ച കാലഘട്ടമാണ്. The BOP crisis reached its climax during 1991. Current account deficit reached the maximum of 3.3% of the GDP. A comprehensive strategy to deal with the BOP situation was put in practice. Let us find out what are the principal elements of this policy. നമുക്കറിയാം, BOP പ്രോബ്ലം അതിന്റെ മാക്സിമത്തിലേക്ക് ഒരു കാലഘട്ടമാണ് 91. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് 3.3% ഉയർന്നു GDP-യുടെ. അതിനുവേണ്ടി സ്വാഭാവികമായി ഒരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജി ഗവൺമെന്റ് അവതരിപ്പിക്കുകയാണ്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, പ്രിഫറൻസ് ടു നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ ഫ്ലോസ്. കടം സൃഷ്ടിക്കാത്ത, ബാധ്യത സൃഷ്ടിക്കാത്ത ക്യാപിറ്റൽ ഫ്ലോസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. Capital inflow from abroad was treated more generally as a device to finance current account deficit. വിദേശത്ത് നിന്ന് ലഭിക്കുന്ന മൂലധനം, അത് പ്രത്യേകിച്ച് നിക്ഷേപമായി ലഭിക്കുന്ന മൂലധനത്തെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ആ മൂലധനത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ
BOP പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. 2, എക്സ്ചേഞ്ച് റേറ്റ് പോളിസിയാണ്. ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം LRMS. A dual exchange rate system was introduced in 1992-93. 92-93 കാലഘട്ടത്തിൽ ഒരു ഡുവൽ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഗവൺമെന്റ് അവതരിപ്പിച്ചു. Under this system, 40% of the foreign exchange earnings were to be surrendered at the official exchange rate. Remaining 60% were converted at a market determined rate. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ എക്സ്പോർട്ടേഴ്സ് ഏൺ ചെയ്യുന്ന ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഫോറിൻ കറൻസിയുടെ 40% ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിലയ്ക്ക് റേറ്റില് സറണ്ടർ ചെയ്യപ്പെടണം. ബാക്കി 60% അവർക്ക് വേണമെങ്കിൽ ചെയ്യാം മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്ത റേറ്റിൽ അവർക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എക്സ്പോർട്ടേഴ്സിന് ഒരു പ്രോത്സാഹനം നടക്കുന്ന ഒരു പദ്ധതിയാണ്. മറ്റൊന്ന് ലിബറലൈസ്ഡ് ഇമ്പോർട്ട് പോളിസി. In April 2001, all quantitative restrictions except a few related to defense and healthcare have been finally removed. 2001 ഏപ്രിലോടുകൂടി ഒരുമാതിരിയുള്ള എല്ലാ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസും ഇമ്പോർട്ടിന് മുകളിലുള്ള എല്ലാ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസും ഗവൺമെന്റ് ഒഴിവാക്കി. മറ്റൊന്ന് സ്ട്രക്ചറൽ റിഫോംസ് ആണ്, ഘടനാപരമായ മാറ്റങ്ങളാണ്. സബ്സ്റ്റാൻഷ്യൽ ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. വ്യവസായത്തെയും ട്രേഡിനെയും റെഗുലേഷനെ പിൻവലിക്കുകയാണ് ചെയ്യുക. റെഗുലേഷൻ കുറച്ചു, നിയന്ത്രണം കുറച്ചു. ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് പോളിസീസ് പുട്ട് ഇൻ പ്ലേസ് to attract foreign direct and portfolio investment. As a result of this policy changes, the BOP situation underwent a dramatic change during the decade 1990s. നമുക്കറിയാം എന്താണ് അവിടെ വ്യാവസായിക മേഖലയിലും വ്യാപാര മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളെയും നിയന്ത്രണങ്ങളെയും ഗവൺമെന്റ് ഇല്ലാതാക്കി അല്ലെങ്കിൽ ഒഴിവാക്കി. അതിലൂടെ നമുക്ക് കൂടുതൽ വിദേശത്തു നിന്നുള്ള ഡയറക്റ്റും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിച്ചു. അതിലൂടെ ഒരു പരിധി വരെ നമുക്ക് BOP പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 5ാമത്തെ പീരീഡ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 96 മുതൽ 2005 വരെയുള്ള കാലഘട്ടമാണ് നമ്മളിവിടെ പറയുന്നത്. റെസിലിയൻസ് ഇൻ അഡീഷൻ ടു സ്ട്രെങ്ത് ആണ്, ഒരു തിരിച്ചുവരവാണ്. The BOP has been in overall surplus since 1996-97. The role of capital account and current account has undergone a change in recent years. The capital account has been dominated by flows in the form of FDI and portfolio investment. 2005 കാലഘട്ടത്തിൽ നമുക്ക് തിരിച്ചുവരവ് നടക്കാൻ പറ്റി. BOP പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു. ഒരു സർപ്ലസ് ഉണ്ടായി. എന്താ കാരണമൊന്നുമല്ല, വിദേശത്തുള്ള FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും വർദ്ധിച്ചു. അതിലൂടെ എന്തായി മാറി നമുക്ക് BOP പ്രോബ്ലം നമുക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. Okay, thank you.